നമസ്കാരം. ജിം, ഡയറ്റ്, എക്സസൈസ് എന്നിങ്ങനെ നിങ്ങൾ ചിലവാക്കുന്ന തുകയും സമയവും മിച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലെ അമിതവണ്ണം കുറയ്ക്കാനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ശാശ്വത പരിഹാരമാണ് ഈ സ്ലിം ഫ്രീസർ. ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടത്, സേഫ് ആൻഡ് സിമ്പിൾ. ഇത്രയും ഉപയോഗപ്രദമായ ഈ സ്ലിം ഫ്രീസർ വാങ്ങിയ നിങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. ഇതാണ് സ്ലിം ഫ്രീസറിന്റെ മെയിൻ ബോഡി. ഇതോടൊപ്പം ഒരു സ്ട്രെച്ചബിൾ വെൽക്രോ ബെൽറ്റ്, ഒരു AC/DC അഡാപ്റ്റർ വിത്ത് പവർ കോഡ്, ഒരു പ്രൊഡക്റ്റീവ് ഗ്ലിസറിൻ മെംബ്രെയിൻ പാക്ക്, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, പിന്നെ ഒരു ഡയറ്റ് പ്ലാനും കിട്ടുന്നു. സ്ലിം ഫ്രീസർ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA അപ്രൂവ് ചെയ്തിട്ടുള്ള ക്രയോലിപ്പോസിസ് പ്രൊസീജിയറിലൂടെ കൂളിംഗ് എഫക്റ്റ് കൊണ്ട് ഫാറ്റ് സെൽസിനെ ഫ്രീസ് ആക്കി സേഫ് ആൻഡ് സിമ്പിളായി പുറന്തള്ളാനിടയാക്കുന്നു. കൂടാതെ സ്ലിം ഫ്രീസർ കൂൾ ലിപ്പോലിസിസ് ടെക്നോളജിയിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. ഈ മെയിൻ ബോഡിയിൽ ഇത് ഓഫ് ബട്ടൺ, ഇത് 60 മിനിറ്റ്സ് ബട്ടൺ, ഇത് ഫുൾ ഡീപ് ട്രീറ്റ്മെന്റ് വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാം. ഇത് 30 മിനിറ്റ് ബട്ടൺ, ഇത് ലൈറ്റ് ടോണിംഗ് ട്രീറ്റ്മെന്റിനായി ഉപയോഗിക്കാം. ഇത് റൈറ്റ് ലെഫ്റ്റ് ലൂപ്പ് ഹാൻഡിൽ, മെറ്റൽ പ്ലേറ്റ്. ഇതാണ് സ്ലിം ഫ്രീസറിന്റെ കൂളിംഗ് ഫാൻ. ഇപ്പോൾ ഈ സ്ലിം ഫ്രീസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. വെൽക്രോ ബെൽറ്റിന്റെ ഒരു എൻഡ് ഹാൻഡിലിന്റെ ഒരു എൻഡിനുള്ളിൽ വെച്ച് ഒട്ടിക്കണം. പിന്നീട് പ്രൊഡക്റ്റീവ് ഗ്ലിസറിൻ മെംബ്രെയിൻ ഷീറ്റ് ആവശ്യമുള്ള ശരീരഭാഗത്ത് ഒട്ടിക്കണം. ഓരോ തവണ സ്ലിം ഫ്രീസർ ഉപയോഗിക്കുന്ന സമയത്തും ഈ പ്രൊഡക്റ്റീവ് ഗ്ലിസറിൻ മെംബ്രെയിൻസ് ശരീരത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് തീർന്നു പോയാൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്നോ കോസ്മെറ്റിക് ഷോപ്പിൽ നിന്നോ വാങ്ങാൻ കിട്ടും. ഡിവൈസ് പ്രൊഡക്റ്റീവ് മെംബ്രെയിന്റെ മുകളിൽ വെച്ച് ബെൽറ്റിന്റെ മറ്റൊരു എൻഡ് ബോഡിയുടെ മറ്റൊരു ഹാൻഡിലിൽ ശരീരഭാഗത്തിന്റെ അളവിനനുസരിച്ച് വലിച്ച് ഒട്ടിച്ചു പിടിപ്പിക്കണം. ഈ ബെൽറ്റ് നല്ല എലാസ്റ്റിസിറ്റി ഉള്ളതാണ്, അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാവുന്നതുമാണ്. അതേസമയം ശരീരത്തിൽ രക്തസഞ്ചാരം തടസ്സപ്പെടുന്ന വിധത്തിൽ ബെൽറ്റ് ടൈറ്റ് ചെയ്യാനും പാടില്ല. ഈ AC/DC അഡാപ്റ്റർ നാം സാധാരണയായി ഉപയോഗിക്കാറുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉപയോഗിക്കാം. ആദ്യം സ്ലിം ഫ്രീസറിൽ അഡാപ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷം പവർ കോഡ് മെയിൻ ബോർഡിൽ കണക്ട് ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുക. ഉടൻ തന്നെ ഡിവൈസ് ഓൺ ആകും. ലൈറ്റ് ടോണിംഗ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവർ ഈ 30 മിനിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഗ്രീൻ ലൈറ്റ് ഓൺ ആകും. സ്ലിം ഫ്രീസർ പ്രവർത്തനം ആരംഭിക്കും. അതായത് ഇത് കെട്ടിയിരിക്കുന്ന ശരീരഭാഗത്ത് കൂളിംഗ് ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഫുൾ ഡീപ് ട്രീറ്റ്മെന്റ് വേണ്ടവർ 60 മിനിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. 60 മിനിറ്റുകൾക്ക് ശേഷം ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. മെഷീൻ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകും. 30 നിന്ന് 60ലേക്കോ അല്ലെങ്കിൽ 60 നിന്ന് 30ലേക്കോ മാറ്റുമ്പോൾ ഡിവൈസ് ഓഫ് ചെയ്തിട്ട് വേണം മാറ്റാൻ. സ്ലിം ഫ്രീസർ ഓൺ ചെയ്ത ഉടൻ ക്രയോലിപ്പോസിസ് പ്രൊസീജിയറിലൂടെ -6°C കൂളിംഗ് എഫക്റ്റ് മെറ്റൽ പ്ലേറ്റിൽ നിന്ന് ഗ്ലിസറിൻ ഷീറ്റ് വഴി ചർമ്മത്തിലൂടെ ശരീരത്തിലേക്ക് കടന്ന് പാക്ക് സെൽസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത തരത്തിൽ ഫ്രീസ് ആക്കുന്നു. പിന്നീട് ശരീരത്തിലെ മറ്റ് സെൽസിനെ ക്ഷതമേൽപ്പിക്കാതെ ഫാറ്റ് സെൽസിനെ പ്രകൃതിദത്തമായി ശരീരത്തിൽ നിന്ന് ശാശ്വതമായി നീക്കം ചെയ്യുന്നു. സ്ലിം ഫ്രീസറിൽ ഫസ്റ്റ് ട്രീറ്റ്മെന്റിൽ തന്നെ ഏകദേശം 20% ഫാറ്റ് സെൽസ് നീക്കം ചെയ്യാൻ കഴിയുന്നു എന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടൻ പവർ സ്വിച്ച് ഓഫ് ചെയ്ത് അഡാപ്റ്റർ ഡിവൈസിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് പവർ കോഡ് റിമൂവ് ചെയ്യുക. ഡിവൈസ് ശരീരത്തിൽ നിന്ന് ഊരിയ ശേഷം സ്ലിം ഫ്രീസർ ഒട്ടിച്ചിരുന്ന ശരീരഭാഗത്ത് സർക്കുലർ മോഷനിൽ കുറഞ്ഞത് 2 മിനിറ്റ് നേരത്തേക്ക് സാവധാനം മസാജ് ചെയ്യേണ്ടതാണ്. ശരീരത്തിൽ പൊതുവെ ഫാറ്റ് സെൽസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ലിം ഫ്രീസർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സ്ലിം ഫ്രീസർ എടുത്ത് മാറ്റിയ ശേഷം മെറ്റൽ പ്ലേറ്റ് നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്താൻ 10 മിനിറ്റ് സമയം കൊടുക്കണം. പിന്നീട് ഒരു സോഫ്റ്റായ തുണി കൊണ്ട് തുടയ്ക്കണം. സ്ലിം ഫ്രീസർ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വേണ്ടി വന്നാൽ ഓർഗാനിക് സൊല്യൂഷനുകളിലോ സാനിറ്റൈസ് ഷീറ്റുകൾ ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഈ കൂളിംഗ് ഫാൻ ഡസ്റ്റ് റിമൂവൽ ബ്ലോയർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. സ്ലിം ഫ്രീസർ പൊടിപടലങ്ങൾ, അഴുക്ക്, സോൾട്ട്, ക്ലോറൈഡ് എന്നിവ ഉള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല. ഉപയോഗം കഴിഞ്ഞ ശേഷം തുടച്ച് അതിൻ്റെതായ ബോക്സിൽ സൂക്ഷിച്ചു വെക്കണം. നിങ്ങളുടെ സ്ലിം ഫ്രീസർ ഓൺ ആകുന്നില്ലെങ്കിൽ പവർ കോഡ് കൃത്യമായി ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക.
സ്ലിം ഫ്രീസറിൽ DC അഡാപ്റ്റർ ശരിയായി ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. നിങ്ങളുടെ സ്ലിം ഫ്രീസർ ഓഫ് ആകുന്നില്ലെങ്കിൽ ഡിവൈസിൽ നിന്ന് അഡാപ്റ്റർ ഡിസ്കണക്ട് ചെയ്യുക. പവർ കോഡ് ഔട്ട്ലെറ്റിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക. നിങ്ങൾക്കായുള്ള ചില സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്: DC അഡാപ്റ്റർ സ്ലിം ഫ്രീസർ ബോഡിയിൽ കണക്ട് ചെയ്ത ശേഷം പവർ കോഡ് ഔട്ട്ലെറ്റിൽ കണക്ട് ചെയ്യുക. സ്ലിം ഫ്രീസറിനുള്ള അഡാപ്റ്റർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉപയോഗിക്കുന്ന സമയത്ത് അഡാപ്റ്ററിന് നല്ല ചൂടുണ്ടായിരിക്കും. അതുകൊണ്ട് അത് കവർ ചെയ്ത് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ ശരീരഭാഗത്ത് നിന്ന് അകറ്റി വെക്കണം. സ്ലിം ഫ്രീസർ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പവർ ഷോക്ക് ഇല്ലാത്ത സ്വിച്ച് ബോർഡുകളിൽ തന്നെ കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. സ്ലിം ഫ്രീസർ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഉടനെ നിർത്തേണ്ടതാണ്. ഗർഭിണികളും അതുപോലെ കുഞ്ഞുങ്ങളും സ്ലിം ഫ്രീസർ ഉപയോഗിക്കാൻ പാടില്ല. സ്ലിം ഫ്രീസർ ഉപയോഗിക്കാൻ അറിയാത്തവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ആരോഗ്യസ്ഥിതി മോശമായവരും ഹൃദ്രോഗം പോലെയുള്ള സീരിയസ് രോഗങ്ങളുള്ളവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. മുറിവേറ്റ ഭാഗങ്ങളിൽ ഇത് ഉപയോഗിക്കരുത്. കഴുത്ത്, തല, കണ്ണുകൾ, നെഞ്ചുഭാഗം, സ്തനങ്ങൾ പോലുള്ള ഇടങ്ങളിൽ സ്ലിം ഫ്രീസർ ഉപയോഗിക്കുവാൻ പാടില്ല. സ്ലിം ഫ്രീസർ ശരീരത്തിന്റെ ഒരേ ഭാഗത്ത് ഉപയോഗിക്കുന്ന സമയത്ത് കുറഞ്ഞത് 4 ആഴ്ചയെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. സ്ലിം ഫ്രീസർ ഉപയോഗിക്കുമ്പോൾ ശരീരം ഫ്രീസ് ആകുന്നത് പോലെ തോന്നുകയാണെങ്കിൽ ഉടനെ അതിന്റെ ഉപയോഗം നിർത്തുക. സ്ലിം ഫ്രീസറിന് പാർശ്വഫലങ്ങളൊന്നും തന്നെയില്ല. ഒരുപക്ഷെ ഉണ്ടായാലും അത് താൽക്കാലികമായിരിക്കും. പ്രൊഡക്റ്റീവ് ഗ്ലിസറിൻ മെംബ്രെയിൻ ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷമേ സ്ലിം ഫ്രീസർ ഉപയോഗിക്കാൻ പാടുള്ളൂ. മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലീൻ ചെയ്യാൻ പാടില്ല. മെഷീന്റെ കൺട്രോൾ പാനൽ മുകളിലേക്കുള്ളതുപോലെ കൃത്യമായ പൊസിഷനിൽ വെക്കണം. ഡിവൈസിൽ പ്രശ്നമോ അല്ലെങ്കിൽ ഘടിപ്പിച്ച ഭാഗത്ത് വേദനയോ ഉണ്ടായാൽ ഉടനെ ഡിവൈസ് ഓഫ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റീവ് മെംബ്രെയിൻ ഷീറ്റ് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്ലിം ഫ്രീസർ ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത ഉപയോഗത്തിന് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരത്തിലെ ഫാറ്റ് സെൽസ് കുറയ്ക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഒരു ദിവസം 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെ കുടിക്കേണ്ടതാണ്. രാവിലെ വെറും വയറ്റിൽ മിതമായ ചൂടിൽ നാരങ്ങ നീർ ഒഴിച്ചു കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഡയറ്റ് പ്ലാനിൽ സൂചിപ്പിച്ചിട്ടുള്ള ഡിറ്റോക്സ് ജ്യൂസ് ദിവസവും കുടിക്കുക. ഈ നോൺ സർജിക്കൽ ലിപ്പോലിസിസ് സ്ലിം ഫ്രീസറിനെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.